ഡിസ്പ്ലേ പ്രോപ്പർട്ടി അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന CSS വാല്യൂസ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. ഡിസ്പ്ലേ പ്രോപ്പർട്ടി യൂസ് ചെയ്ത് നമുക്ക് HTML ലേഔട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, HTML ഒരു ഫയലും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഒരു CS ഫയലും ക്രിയേറ്റ് ചെയ്ത് ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു സെക്ഷനും അതിൻ്റെ ചൈൽഡായിട്ട് 3 ഡിവും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സെക്ഷന്റെ ക്ലാസ് നെയിം പേരന്റും ഓരോ ഡിവിന്റെ ക്ലാസ് നെയിം ചൈൽഡ് 1, ചൈൽഡ് 2, ചൈൽഡ് 3 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഡിസ്പ്ലേയുടെ സിമ്പിൾ വാല്യൂസ് നോക്കാം. അപ്പൊ നമ്മൾ HTML അകത്ത് ബ്ലോക്ക് എലമെന്റ്സും ഇൻലൈൻ എലമെന്റ്സും കേട്ടിട്ടുണ്ട്. അപ്പൊ അത് ഡിസ്പ്ലേ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ഒരു ബ്ലോക്ക് എലമെന്റ് ക്രിയേറ്റ് ചെയ്യാണ് H1, അതിനകത്ത് കൊടുക്കുന്ന വാല്യൂ ഞാൻ അമ്പലം കൊടുക്കുകയാണ്. അത് കണക്ക് ഞാൻ ഒരു ഇൻലൈൻ എലമെന്റ് ക്രിയേറ്റ് ചെയ്യാണ്, ഞാൻ ഇവിടെ അമ്പലം കൊടുക്കുന്നു. നമുക്ക് ഇതിന്റെ CSS ചെയ്യാം. ബ്ലോക്ക് എലമെന്റ് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ടന്റ് നോക്കത്തില്ല, പകരം എന്ത് ചെയ്യത്തുള്ളൂ, നമ്മളെ ബ്രൗസറിന്റെ ഫുൾ വിഡ്ത്ത് എടുക്കത്തുള്ളൂ. കണ്ടന്റിന്റെ സൈസ് നോക്കത്തില്ല, പകരം ബ്രൗസറിന്റെ ഫുൾ വിഡ്ത്ത് എടുക്കത്തുള്ളൂ. ഇതേ സെയിം പ്രോപ്പർട്ടി തന്നെ നമുക്ക് എന്ത് ചെയ്യുക, സ്പാൻ ടാഗിന് കൊടുക്കാം. ഞാൻ കളർ മാറ്റി കൊടുക്കുകയാണ് ഗ്രീൻ. ഇവിടെ നോക്കണം, ഇതാണ് എൻ്റെ H1 ടാഗ്. ഇതൊരു ബ്ലോക്ക് എലമെന്റ് ആണ്. ഇതിൻ്റെ അകത്ത് എത്ര ക്യാരക്ടർ അല്ലെങ്കിൽ എത്ര ലെറ്ററേ ഉള്ളൂ? 4 ലെറ്ററേ ഉള്ളൂ. പക്ഷെ ഇതെടുത്ത് വിഡ്ത്ത് തന്ന ഫുൾ, ഞാൻ ഇപ്പൊ ഇത് ഫുൾ സൈസ് ആയി കഴിഞ്ഞാൽ ഫുൾ വിഡ്ത്ത് തരും. ബ്രൗസറിന്റെ വിഡ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ബ്ലോക്ക് എലമെന്റിന്റെയും വിഡ്ത്ത്. ഇങ്ങനെ എനിക്ക് എടുത്തപ്പോൾ ഫുൾ വിഡ്ത്ത് വേണമെങ്കിൽ ഞാൻ ബ്ലോക്ക് എലമെന്റ് അത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കണ്ട, ഓട്ടോമാറ്റിക് ആയിട്ട് എന്തായിരിക്കും, അത് ഫുൾ വിഡ്ത്തിലായിരിക്കും വരുന്നത്. ഇപ്പൊ H1 ടാഗ്, ഹെഡിങ് ടാഗ്, പാരഗ്രാഫ് ടാഗ്, സെക്ഷൻ, ഡിവ്, അങ്ങനെ കുറച്ച് ടാഗ് എന്തായിരിക്കും, ബ്ലോക്ക് എലമെന്റ് ആയിരിക്കും. അതേ പ്രകാരം ഇൻലൈൻ എലമെന്റ് ആണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ കൊടുക്കുന്ന കണ്ടന്റ് അല്ലെങ്കിൽ കൊടുക്കുന്ന ക്യാരക്ടർ അല്ലെങ്കിൽ ആ ലെറ്ററിന്റെ അത്ര സ്പേസ് മാത്രമേ എടുക്കത്തുള്ളൂ. ഇനി ഒരു പുതിയൊരു കണ്ടന്റ് കൊടുത്തു കഴിഞ്ഞാൽ താഴെ വരത്തില്ല, പകരം ഇതിൽ എൻഡിലായിരിക്കും വരുന്നത്. ഇൻലൈൻ ടാഗിന്റെ തൊട്ട് താഴെയാണ്. പക്ഷെ ബ്ലോക്ക് എലമെന്റ് അടുത്താണ് എഴുതുന്നെങ്കിൽ ഒരിക്കലും അടുത്ത് വരത്തില്ല, താഴെ മാത്രമേ വരത്തുള്ളൂ. കാരണം ഇത്രയും സ്പേസ് എന്തായി, ഒക്കുപ്പൈ ആയി, ഫില്ലായതുകൊണ്ട് നമുക്ക് ഇതിനെ പറയാൻ പോസിബിലിറ്റി. ഈ രണ്ട് വാല്യൂസിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം? അപ്പൊ അതിനുവേണ്ടി ഡിസ്പ്ലേ പ്രോപ്പർട്ടി ഉണ്ട്. ഡിസ്പ്ലേ അതിൻ്റെ അകത്ത് ഞാൻ ഇപ്പൊ ഇൻലൈൻ എന്ന് കൊടുക്കുക, H1ന്റെ അകത്ത് ഡിസ്പ്ലേ ഞാൻ ഇൻലൈൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടാ അത് ബ്ലോക്ക് എലമെന്റ് മാറിയിട്ട് ഇൻലൈൻ എലമെന്റിലോട്ട് കൺവേർട്ട് ആയി. ഇൻലൈൻ എലമെന്റ് ആയതുകൊണ്ടാണ് താഴെ കിടന്ന കണ്ടന്റ് ഇവിടെ വന്നത്. കാരണം ഇത്രയും സ്പേസ്, മീൻസ് ഇത്രയല്ല, ഇത്രയും സ്പേസ് അവൈലബിൾ ആയിട്ട് കിടപ്പുണ്ട്. അതേപോലെ എനിക്ക് തിരിച്ചും ചെയ്യാം. ഒരു ഇൻലൈൻ എലമെന്റിനെ ഏതോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും, എനിക്ക് ബ്ലോക്ക് എലമെന്റിലോട്ട് കൺവേർട്ട് ചെയ്യാൻ. ഡിസ്പ്ലേ പ്രോപ്പർട്ടി യൂസ് ചെയ്ത് നമുക്ക് ബ്ലോക്ക് എലമെന്റ് ഇൻലൈൻ എലമെന്റ് പ്രോപ്പർട്ടീസ് ഇന്റർചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഡിസ്പ്ലേക്കകത്ത് തന്നെ ഒരു വാല്യൂ ഉണ്ട്, ഇൻലൈൻ ബ്ലോക്ക് എന്ന് പറഞ്ഞ വാല്യൂ. അപ്പൊ ഇൻലൈൻ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ഇതൊരു കോമ്പിനേഷൻ ആണ്. ഇൻലൈൻ്റെ പ്രോപ്പർട്ടിയും ഉണ്ട്, അതെനിക്ക് ബ്ലോക്കിന്റെ പ്രോപ്പർട്ടിയും ഉണ്ട്. ഇപ്പൊ നമുക്ക് എ ടാഗ്, ഇമേജ് ടാഗ്, അതിലൊക്കെ ഡിസ്പ്ലേ ഇൻലൈൻ ബ്ലോക്ക് ഒക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. വേറൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി, ഒരു വാല്യൂ കൂടി നോക്കാം. ഡിസ്പ്ലേയുടെ നണ്ണ് കൊടുക്കുമ്പോ അങ്ങനത്തെ ഒരു എലമെന്റ് ഇവിടെ കാണത്തില്ല, ഫുൾ ആയിട്ട് റിമൂവ് ചെയ്തകളായി. ഞാൻ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് പറയാം. ഞാൻ ഇപ്പൊ ഉണ്ടല്ലോ, നമുക്ക് ഹൈഡ് ചെയ്യാൻ വേണ്ടി വേറൊരു പ്രോപ്പർട്ടി ഉണ്ട്, വിസിബിലിറ്റി എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉണ്ട്. ഈ വിസിബിലിറ്റിന്റെ അകത്ത് ഞാൻ ഹിഡൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്റെ അവിടെ H1 കാണത്തില്ല, പക്ഷേ ആ H1 ഇരുന്ന സ്പേസ് അവിടെ തന്നെ ഉണ്ട്. ഞാൻ വിസിബിലിറ്റി ഹിഡൻ എന്ന് പറഞ്ഞ കൊടുക്കരുത്. പക്ഷേ ഞാൻ ഡിസ്പ്ലേ നണ്ണാണ് കൊടുക്കുന്നെങ്കിൽ അങ്ങനത്തെ ഒരു എലമെന്റേ അവിടെ ഇല്ലാത്ത രീതിക്കാണ് അതിനെ റിമൂവ് ചെയ്ത് കളയും അല്ലെങ്കിൽ അതിനെ ഹൈഡ് ചെയ്ത് കളയും. അതാണ് അതിന്റെ ഡിഫറൻസ്. അപ്പൊ ഡിസ്പ്ലേയിലെ സിമ്പിൾ വാല്യൂസ് ആണ് നോക്കിയത്. ബ്ലോക്ക്, ഇൻലൈൻ ബ്ലോക്ക്, അതിനൊക്കെ നൺ വാല്യൂസ്. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ഡിസ്പ്ലേയിലെ തന്നെ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള ഒരു വാല്യൂവിനെയാണ് നോക്കാൻ പോകുന്നത്, ഫ്ലക്സ്.
ഫ്ലെക്സ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ HTML-ന്റെ ലേഔട്ടിനെ ഒരു റോ കോളം ബേസിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒരു റോ കോളം ലേഔട്ടിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഈ CSS പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആ CSS ഒക്കെ റിമൂവ് ചെയ്യണം. ഈ H1 സ്പാൻ ടാഗിനെ റിമൂവ് ചെയ്യണം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡിസ്പ്ലേ ഫ്ലെക്സ് ആണ്. അത് അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഈ ഒരു സെക്ഷനിലാണ്. നമുക്ക് ഈ സെക്ഷന് കുറച്ച് CSS ചെയ്യാം. പാരന്റ് സെക്ഷൻ ഒരു ബ്ലോക്ക് എലമെന്റ് ആണ്. സോ നമുക്ക് വിഡ്ത്ത് കൊടുക്കണ്ട, എന്ത് ചെയ്യും, ഫുൾ വിഡ്ത്തും അത് എടുത്തോളും. നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റ് പാസ് ചെയ്യും. ഇപ്പൊ ഞാൻ എന്റെ ഹെക്സാഗോൺ ഇതൊരു പ്യുവർ വൈറ്റ് ആയിരിക്കത്തില്ല, ഒരു ഷെയ്ഡ് ആയിരിക്കും. നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്പ്ലേ ആയില്ല, കാരണം റീസൺ നമുക്കൊരു ഹൈറ്റ് എങ്കിലും കൊടുക്കണം. ഇവിടെ ഹൈറ്റിന്റെ അകത്ത് ഞാൻ ഒരു 300 px പാസ് ചെയ്തു. നമ്മളെ സെക്ഷൻ റെഡി ആയിട്ടുണ്ട്. നമ്മൾ വിഡ്ത്ത് കൊടുത്തിട്ടില്ല, പക്ഷേ ഇതൊരു ബ്ലോക്ക് എലമെന്റ് ആയതുകൊണ്ട് വിഡ്ത്ത് ഫുൾ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ചൈൽഡ് 1. അപ്പൊ ഇതിനെല്ലാത്തിനും ഹൈറ്റും വിഡ്ത്തും സെയിം ആണ്. അപ്പൊ ഞാൻ അതെല്ലാം ഒത്ത് എഴുതാൻ വേണ്ടി അതിനെല്ലാം ഒത്ത് CS കോഡ് എഴുതുകയാണ്. വിഡ്ത്ത് 100 px, ഹൈറ്റ് 100 px. കളർ മാത്രമാണ് ഡിഫറൻസ്, അവിടെ അത് മാത്രം ഞാൻ സെപ്പറേറ്റ് ചെയ്തു. അല്ലെങ്കിൽ ഓരോ ചൈൽഡിന്റെ അകത്തും ഈ വിഡ്ത്ത് ഹൈറ്റ് റെപ്പറ്റീഷൻ വരും, അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ചെയ്തത്. ബാക്ക്ഗ്രൗണ്ട് കളർ ക്രിംസൺ, ഇത് കോപ്പി ചെയ്യുക, എന്നിട്ട് കളർ മാത്രം ചേഞ്ച് ചെയ്തു. പേര് മാറ്റാം, 2 നമ്മളെ ഡിവ് ടാഗ് വന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഓരോ കളർ ശരിയാണ്. നമ്മൾ 3 ഡിവ് ടാഗ് വന്നിട്ടുണ്ട്. ഇനി ഡിസ്പ്ലേ ഫ്ലെക്സ് എന്ന പ്രോപ്പർട്ടി യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഫ്ലെക്സ് എന്ന വാല്യൂ യൂസ് ചെയ്യാൻ നേരത്തെ എപ്പോഴും ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ പേരന്റിൽ വേണം ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാൻ. നമ്മളെ ആ പേരന്റിനായിരിക്കണം അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്ന് വെച്ചാൽ എനിക്ക് ഏതിനെ കൺട്രോൾ ചെയ്യാനുള്ള, ഈ 3 ഡിവിനെ കൺട്രോൾ ചെയ്യണം. റോ കോളം ബേസിൽ കൺട്രോൾ ചെയ്യാൻ ആരെയാണ്, ഈ 3 ഡിവിനെയാണ്. അപ്പൊ ഈ 3 ഡിവിന്റെ പേരന്റ് ആണ് ഈ സെക്ഷൻ. അപ്പൊ അതിനാണ് എപ്പോഴും എന്ത് കൊടുക്കാനുള്ള, ഡിസ്പ്ലേ ഫ്ലെക്സ് എന്നുള്ള വാല്യൂ സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള. അപ്പൊ അത് വിട്ടുപോയില്. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണം, എന്റെ സെക്ഷന്റെ അകത്ത് ഡിസ്പ്ലേ ഫ്ലെക്സ് എന്ന് കൊടുക്കുമ്പോൾ തന്നെ സ്ക്രീന് നോക്കിയാൽ മതി, ഒരു റോ ഓർഡറിലോട്ട് കൺവേർട്ട് ആയി. ഇങ്ങനെ പോകുന്നതാണ് റോ. ഡിഫോൾട്ട് ആയിട്ട് ഞാൻ ഡിസ്പ്ലേ ഫ്ലെക്സ് എന്ന് കൊടുക്കുമ്പോൾ ഏത് ഓർഡറിൽ പോകും, റോയുടെ ഓർഡറിൽ പോകും. ഇനി എനിക്ക് വേണമെങ്കിൽ ഡയറക്ഷൻ മാറ്റാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ പോകുന്നതിന് റോ എന്നും പറയും, ഇങ്ങനെ പോകുന്നതിന് കോളം എന്ന് പറയും. അപ്പൊ നമുക്ക് 2D ഡയമെൻഷനിലോട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ ഏത് സഹായിക്കും, ഡിസ്പ്ലേ ഫ്ലെക്സ് എന്ന പ്രോപ്പർട്ടി സഹായിക്കും. ഓക്കെ, ഇനി ഇതിന്റെ കുറച്ച് സപ്പോർട്ടിങ് പ്രോപ്പർട്ടീസ് നോക്കാം. എനിക്ക് എന്ത് ചെയ്യണം, ഇതിനെ കുറച്ച് പൊസിഷൻ ചെയ്യണം, എന്റെ ഇഷ്ടത്തിന് കുറച്ച് പൊസിഷൻ ചെയ്യണം. ലെഫ്റ്റ്, റൈറ്റ്, സെന്റർ, അതേപോലെ എനിക്ക് പൊസിഷൻ ചെയ്യണമെന്ന് വെച്ചു. അപ്പൊ ഇവിടെ വരാൻ നേരത്ത് നമ്മൾ ലെഫ്റ്റിനെ പറയുന്നത് സ്റ്റാർട്ട് എന്ന്, നമ്മളെ റൈറ്റിനെ പറയുന്നത് എൻഡ് എന്ന്, സെന്ററിനെ ഇവിടെ സെന്ററിനെ തന്നെയാണ് പറയുന്നത്. പ്രത്യേകിച്ച് അത് മാത്രം ഓർത്ത് വെച്ചിരുന്നാൽ മതി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ചിൽഡ്രൻസിന് ഈ 3 ഡിവിനെ എന്ത് ചെയ്യണം, എനിക്ക് റൈറ്റിലോട്ട് പൊസിഷൻ ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ജസ്റ്റിഫൈ കണ്ടന്റ്. ഈ ജസ്റ്റിഫൈ കണ്ടന്റിനകത്ത് ഞാൻ ഇവിടെ എൻഡ് എന്ന് കൊടുക്കുന്നെങ്കിൽ എൻഡിൽ പോയിരിക്കും. ഞാൻ ഇവിടെ സ്റ്റാർട്ട് എന്ന വാല്യൂ ആണ് പാസ് ചെയ്യുന്നെങ്കിൽ ലെഫ്റ്റ് വന്നിരിക്കും. സെന്റർ ആണ് കൊടുക്കുന്നെങ്കിൽ സെന്ററിൽ വന്നിരിക്കും. ഓക്കെ, അതേപോലെ എനിക്ക് എന്ത് ചെയ്യണം, ഈ ഓരോ ചൈൽഡും അല്ലെങ്കിൽ ഓരോ ബോക്സും എന്ത് ചെയ്യണം, ഈക്വൽ ആയിട്ട് ഇവിടെ പ്ലേസ് ചെയ്യണം. ഈക്വൽ ആയിട്ട് എനിക്ക് പ്ലേസ് ചെയ്യണം എന്ന് വെച്ചാൽ, അപ്പൊ അതിനുവേണ്ടി സ്പേസ് അറൗണ്ട് എന്നുള്ള വാല്യൂ. ഇപ്പൊ സ്പേസ് അറൗണ്ട് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ആദ്യം സ്പേസ് അറൗണ്ട് എന്ന് പറയുമ്പോൾ സ്പേസ് ഈവൻലി പറയാം. അപ്പൊ സ്പേസ് ഈവൻലി എന്ന് പറയുമ്പോൾ ഓരോ എലമെന്റും ഓരോ ചൈൽഡും
അതിന്റെ ഇടയിലുള്ള സ്പേസ് ഈക്വൽ ആയിരിക്കും. സ്റ്റാർട്ടിങ് തൊട്ടുള്ള ഈ സ്പേസ്, ഈ രണ്ട് ഡിവിന്റെയും സ്പേസ്, ഇതിന്റെയും സ്പേസ്, ആ എന്റെ വരുന്ന സ്പേസ്, ഇതെല്ലാം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സൈഡും എന്തായിരിക്കും? ഈക്വലി ഡിവൈഡ് ചെയ്ത് കൊടുക്കും നമ്മളെ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ നമ്മളെ ഐറ്റംസ് ഫില്ല് ചെയ്യാൻ വേണ്ടി. ഓക്കെ, സ്പേസ് അറൗണ്ട് എന്ന് പറയുമ്പോൾ കുറച്ച് വ്യത്യാസമുണ്ട്. വ്യത്യാസം എന്ന് പറയുമ്പോൾ ആ ഓരോ ഡിവ് അത് പരസ്പരം മീൻസ് ഓക്കെ, ഓരോ ഡിവും അതിലുള്ള സ്പേസ് എപ്പോഴും ഈക്വൽ ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ഡിവിനുള്ള സ്പേസും ഈ രണ്ട് ഡിവിനുള്ള സ്പേസും എപ്പോഴും ഈക്വൽ ആയിരിക്കും. എവിടെ ഡിഫറൻസ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് പോയിന്റും എൻഡിങ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ സ്പേസ് എന്ന് വെച്ചോ, ഇതിൻ്റെ ഇടയിലുള്ള സ്പേസ് എല്ലാം ഈക്വൽ ആയിരിക്കും. സപ്പോസ് അസ്യൂം ചെയ്യണ ഇതൊരു 10 സെന്റിമീറ്റർ എന്ന് അസ്യൂം ചെയ്തു. പക്ഷേ ഈ ഈക്വൽ സ്പേസ് ആയിരിക്കത്തില്ല ഈ ഒരു സ്റ്റാർട്ടിങ് പോയിന്റിന് അവിടെ എൻഡിങ് പോയിന്റിന് അവിടെ. പക്ഷെ ഇതിന്റെ പാതി ആയിരിക്കും, എന്ന് വെച്ചാൽ ഹാഫ് ആയിരിക്കും. ഇതിപ്പോ 10 ആണെങ്കിൽ ഇവിടെ 5 സെന്റിമീറ്ററും അതേപോലെ ഇവിടെ അതിന്റെ ഹാഫ് 5 സെന്റിമീറ്റർ ആയിരിക്കും. ഇതാണ് മെയിൻ ഡിഫറൻസ്. പിന്നെ സ്പേസ് ഈവൻലി കൊടുക്കുന്നെങ്കിൽ ഇവിടെയും 10, ഇവിടെയും 10, ഇവിടെയും 10, ഇവിടെയും 10, വിഡ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതാണ് ഇതിന് തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, നമ്മൾ റോ ബേസിലാണ് നോക്കിയത്. നമുക്കിനി എന്ത് ചെയ്യാം? കോളം ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം? ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് കോളത്തിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഫ്ലെക്സ് ഡയറക്ഷൻ. ഈ ഫ്ലെക്സ് ഡയറക്ഷനകത്ത് ഞാൻ കോളം ഒന്ന് പാസ് ചെയ്ത് കഴിഞ്ഞാൽ കോളമായി, ഞാൻ റോ ഒന്ന് പാസ് ചെയ്താൽ റോ ആയി. ഡിഫാൾട്ട് ആയിട്ട് നമ്മൾ ഡിസ്പ്ലേ ഫ്ലെക്സ് ഒന്ന് കൊടുക്കാൻ നേരത്ത് റോ ആയിരിക്കും. അതേപോലെ ഇവിടെ റിവേഴ്സ് എന്ന് പറഞ്ഞ സംഭവം, ഞാൻ കോളം റിവേഴ്സ് എന്ന് കൊടുക്കുമ്പോൾ നേരെ തിരിച്ചു വരും. കളറിന്റെ ഓർഡർ ഒക്കെയാണ്. അതേപോലെ ഞാൻ റോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ റോ റിവേഴ്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് വേണ്ടത് കോളം. ഈ കോളത്തിനകത്ത് നമുക്ക് എന്ത് ചെയ്യണം? സ്പേസ് ചെയ്യണം. സ്പേസ് അല്ല, പൊസിഷൻ മാറ്റണമെന്ന് വെച്ചോ. അപ്പൊ അതിനുവേണ്ടി ജസ്റ്റിഫൈ കണ്ടന്റ് അല്ല യൂസ് ചെയ്യണം. നമ്മളെ ഡയറക്ഷൻ കോളമാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടി, സപ്പോർട്ടിങ് പ്രോപ്പർട്ടി അലൈൻ ഐറ്റംസ് ആണ്. അലൈൻ ഐറ്റംസിനകത്ത് ഞാൻ സ്റ്റാർട്ടർ കൊടുത്തു കഴിഞ്ഞാൽ ഇതായിരിക്കും സ്റ്റാർട്ടിങ് പോയിന്റ്, ഇതായിരിക്കും എൻ്റെ എൻഡിങ് പോയിന്റ്. അറിയാൻ വേണ്ടി ഞാൻ ഇവിടെ എണ്ണം കൊടുക്കും. അതേപോലെ ഫ്ലെക്സ് സ്റ്റാർട്ട് എന്ന വാല്യൂ സ്റ്റാർട്ട് ഫ്ലെക്സ് എൻഡ്, പിന്നെ സെന്ററിന് സെന്റർ തന്നെ. ഓക്കെ, ഞാൻ പേരന്റിന് ഒരു പാഡിങ്ങും കൂടി കൊടുക്കും. എല്ലാ സൈഡിൽ നിന്നും ഒരു 30 px കുറച്ചും കൂടി ബ്രീത്തബിൾ സ്പേസ് കിട്ടാൻ വേണ്ടി. പിന്നുള്ളൊരു വാല്യൂ ആണ് അലൈൻ ഐറ്റമിനകത്ത് സ്ട്രെച്ച് കൊടുക്കാൻ നേരത്ത് ഡിഫറൻസ് ഒന്നും വന്നില്ല. സ്ട്രെച്ച് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ ഡിവി ടാഗിൻ്റെയൊക്കെ വിട്ട് റിമൂവ് ചെയ്ത് വേണം. ഇതേപോലത്തെ റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുക. ശരി, ഇത് ഒറ്റൊരു കോളമായിട്ടാണ് എടുക്കുന്നത്. ഒറ്റൊരു കോളമായിട്ട്, ഒരു റോയിൽ ഒറ്റ കോളമായിട്ടാണ് എടുക്കുന്നത്. അത് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ചിൽഡ്രൻസിന്റെ വിട്ട് റിമൂവ് ചെയ്ത് കളയണം. അപ്പൊ ഈ അലൈൻ ഐറ്റംസ് ഫ്ലെക്സ് ഡയറക്ഷനകത്ത് കോളത്തിലും വർക്കാവും, റോയിലും വർക്കാവും. പക്ഷെ അത് തരുന്ന ഔട്ട്പുട്ട് കുറച്ച് വ്യത്യാസമായിരിക്കും. മെയിൻ ആയിട്ട് ഞാൻ ഇവിടെ അലൈൻ ഐറ്റം സെന്റർ കൊടുക്കാൻ നേരത്ത്
അലൈൻ ഐറ്റം സെന്റർ അതണക്ക് ജസ്റ്റിഫൈ കണ്ടന്റ് സെന്റർ കൊടുക്കാൻ നേരത്ത് നമ്മളെ ചൈൽഡ് എപ്പോഴും പേരന്റിന്റെ മിഡിലായിട്ട് വരും. അപ്പൊ പേരന്റിന്റെ ഹൈറ്റ് ഞാൻ കൂട്ടണമെന്ന് വെച്ചാൽ പേരന്റിന്റെ സ്പേസ് എത്രയായിരിക്കോ ആ സ്പേസിന് മിഡിൽ വന്നിരിക്കും. ഏതൊക്കെ രണ്ട് വാല്യൂ കൊടുക്കുമ്പോൾ നമ്മൾ അലൈൻ ഐറ്റം സെന്ററും ജസ്റ്റിഫൈ കണ്ടന്റ് സെന്ററും ആവും. ഞാൻ ഇപ്പോൾ ഇവിടെ കോളോണ് കൊടുക്കുന്നെങ്കിലും മിഡിൽ തന്നെയാണ് പറഞ്ഞത്, പക്ഷെ എൻ്റെ ഔട്ട്പുട്ട് ഇതേപോലെ ആയിരിക്കും. അപ്പൊ ആ കാര്യം കൊണ്ട് ശ്രദ്ധിച്ചാൽ മതി. ഇതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മാറ്റാൻ പറ്റുന്നത്. എനിക്ക് ഫ്ലെക്സ് സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വരും, ഫ്ലെക്സ് എൻഡ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പുറത്ത് പോകും, റോയിലും അതേ ബേസ് ചെയ്യും. ആ സ്റ്റാർട്ട് കൊടുത്ത് ഏറ്റവും ടോപ്പിൽ വരും. ഇവിടെ അലൈനകത്ത് ഞാൻ സെന്റർ കൊടുത്തു കഴിഞ്ഞാൽ സെന്റർ വരും. പക്ഷെ ഇനി കൃത്യം മിഡിലോട്ട് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ജസ്റ്റിഫൈ കണ്ടന്റ് സെന്റർ കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും എൻ്റെ പേരന്റിന്റെ മിഡിലായിട്ട് വരും എൻ്റെ ചൈൽഡ്. നമ്മൾ പൊസിഷൻ എന്ന പ്രോപ്പർട്ടിക്കകത്ത് നോക്കിയിട്ടുണ്ട്. അതിനേക്കാൾ ഏറ്റവും എളുപ്പം ഫ്ലെക്സ് വെച്ച് ചെയ്യാനാണ്. ഓക്കെ, അപ്പൊ ഇതിനകത്തും സ്ട്രെച്ച് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി വരുന്നുണ്ട്. ഞാൻ ഇവിടെ ഇപ്പൊ തൽക്കാലം ജസ്റ്റിഫൈ കണ്ടന്റ് മാറ്റിയിട്ട് ഞാൻ ഇവിടെ സ്ട്രെച്ച് നോട്ട്. അപ്പൊ ഇവിടെ വരാൻ നേരത്ത് വിഡ്ത്ത് അല്ല മാറ്റാനുള്ള, പകരം ഹൈറ്റ് ആണ് കമന്റ് ചെയ്യുക. കോളം വരാൻ നേരത്ത് വിഡ്ത്ത് ഹൈഡ് ചെയ്യണം, മീൻസ് വിഡ്ത്ത് കൊടുക്കാൻ പാടില്ല. അതേപോലെ തന്നെ റോ വരാൻ നേരത്ത് ഹൈറ്റ് കൊടുക്കാൻ പാടില്ല. നമ്മൾ അലൈൻ ഐറ്റംസിനകത്ത് സ്ട്രെച്ച് ആണ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനൊരു പ്രോപ്പർട്ടിയും കൂടി ഉണ്ട്. ആ പ്രോപ്പർട്ടിയുടെ പേരാണ് ഫ്ലെക്സ് റാപ്പ്. അപ്പൊ അതിന്റെ മെയിൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സ്ട്രെച്ച് ഒക്കെ മാറ്റിയാണ് ഫ്ലെക്സ് റാപ്പിനകത്ത് റാപ്പെന്ന് കൊടുത്ത്. അപ്പൊ ഇതിന്റെ കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എത്ര ചിൽഡ്രൻസ് ക്രിയേറ്റ് ചെയ്താൽ പോലും ഇതിന്റെ ഉള്ളിൽ മാത്രമേ നിൽക്കത്തുള്ളൂ. മീൻസ് എനിക്ക് ഇവിടെ ഇങ്ങനെ ഇത് കമന്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു. ഇവിടെ ഞാൻ ഇപ്പൊ ഒന്നിൽ കൂടുതൽ ചിൽഡ്രൻസ് ക്രിയേറ്റ് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാം. ഔട്ട്പുട്ട് നോക്കണേ. എത്ര ബോക്സ് ക്രിയേറ്റ് ചെയ്താൽ പോലും ഞാൻ വേറെ ഒന്ന് പറയാം, ഇതിൽ തന്നെ ഇങ്ങനെ കൺജസ്റ്റ് ആയിട്ട് വരിക. അപ്പൊ അത് മാറ്റാൻ വേണ്ടിയാണ് ഞാൻ ഫ്ലെക്സ് റാപ്പിനകത്ത് റാപ്പ് എന്നുള്ള വാല്യൂ പാസ് ചെയ്യുന്നത്. ഓരോന്ന് താഴെ താഴെ പറഞ്ഞാൽ അപ്പൊ അത് അറിയാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് ഒരു മാർജിൻ കൊടുക്കാം. മാർജിൻ കൊടുക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, മാർജിൻ പ്രോപ്പർട്ടിക്കകത്ത് ഒരു 4 px വല്ലതും പാസ് ചെയ്യാം. അപ്പൊ ഇതേപോലെ നമുക്ക് ഗാലറി ഒക്കെ ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ തന്നെ ഒരു ടേബിളിന്റെ ഫോർമാറ്റ് അല്ലെങ്കിൽ 2 dimension റോ. അപ്പൊ ഈ ഫ്ലെക്സ് റാപ്പ് എന്ന പ്രോപ്പർട്ടി നോക്കണം. എന്നാൽ ഞാൻ ഇപ്പൊ നോ റാപ്പ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ആയിരിക്കും. ആ ഉള്ളിൽ തന്നെ ഇങ്ങനെ കൺജസ്റ്റന്റ് ആയിട്ട് ഇരിക്കും. മറ്റത് കൊടുത്തെങ്കിൽ ഇതേപോലെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് കുറച്ച് ബേസിക് ആയിട്ടുള്ള ഫ്ലെക്സിന്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ. ഫ്ലെക്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണം, ഈ നാവിഗേഷൻ ബാറൊക്കെ ബിൽഡ് ചെയ്യും. ഫ്ലെക്സ് യൂട്ടാണ് നമ്മൾ നാവിഗേഷൻ ബാറൊക്കെ ബിൽഡ് ചെയ്യുന്നത്. ഒരു ചെറിയൊരു നാവിഗേഷൻ ബാർ അല്ലല്ലേ, ഇതിന് മുമ്പ് കുറച്ച് കാര്യം കൂടി പറഞ്ഞുതരാം. ഇത്രയും ചെയ്ത് പറയാം. നമ്മൾ നാവിഗേഷൻ ബാർ എടുക്കാൻ നേരത്ത് തൽക്കാലം ഒരു കാര്യം പറഞ്ഞു. ഇതിനകത്ത് ഫ്ലെക്സിന്റെ അകത്ത് ഒരു ഗ്രോത്ത് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് അതിന്റെ വിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ ഓരോ ചൈൽഡിന്റെ അകത്തും ഞാൻ ഇവിടെ ഫ്ലെക്സ് ഗ്രോ 1 എന്ന് പാസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, എന്റെ ഫുൾ വിട്ട്
ഈ ചിൽഡ്രൻസ് എന്ത് ചെയ്യണം? ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഇതിന്റെ വിഡ്ത്തും സെയിം, ഇതിന്റെ വിഡ്ത്തും സെയിം, ഇതിന്റെ വിഡ്ത്തും സെയിം. പിന്നെ എന്താണ്ട് അവിടെ ഫ്ലെക്സ് ഗ്രോത്ത് ഒന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഫ്ലെക്സ് എന്നുള്ള വാല്യൂ കൊടുക്കും. നിങ്ങളെ ഇഷ്ടമാണ്. ഞാൻ പറയാണ്, എനിക്ക് രണ്ടാമത്തെയും മൂന്നാമത്തേലും മാത്രം മതി വിഡ്ത്ത്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ഫ്ലെക്സ് അല്ലെങ്കിൽ ഫ്ലെക്സ് ഗ്രോത്ത് എടുക്കുക. ഞാൻ ഇവിടെ ഒരു ലാർജ് നമ്പർ കൊടുക്കുക. അപ്പൊ ഇതിനേക്കാൾ ഇത് പറഞ്ഞെങ്കിൽ എന്ത് ചെയ്യണം? ഫ്ലെക്സിന്റെ അകത്ത് ഞാൻ കൊടുക്കുകയാണ് 4 3 അത്ര കൊടുക്കും. 2 കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ സെയിം ആയി. ചെയ്യുന്നത് മൊത്തത്തിൽ ഈ ഒരു സ്പേസിന് ഡിപ്പെൻഡ് ചെയ്താണ് ഇത്. ഓക്കെ. പിന്നെ ഇപ്പൊ എല്ലാത്തിനും എനിക്ക് സെയിം വിട്ട് വരണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? എല്ലാ ഡിവൈനും ഞാൻ എന്ത് ചെയ്ത് കൊടുക്കണം? ഫ്ലെക്സ് എന്റെ ചിൽഡ്രൻസ് എല്ലാത്തിനും 1 എന്ന് പാസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഈക്വൽ ആയിട്ട് എന്ത് ചെയ്യും? ആ പൊസിഷൻ ഈക്വൽ ആയിട്ട് എന്റെ വിട്ട് ഷെയർ ചെയ്യും.